നമസ്കാരം. അഹമ്മദാബാദ് ക്രിക്കറ്റ് സ്റ്റേഡിയം ഗുജറാത്തിൻ്റേതല്ല, അത് RCBയുടേതാണ്. സ്വാഗതം ടാക്ടിക്സിലേക്ക്. രണ്ട് ഫൈനലുകൾ. ഈ സാല കപ്പ് നംദേ എന്ന് 18 വർഷത്തോളം കേട്ട് ഒടുവിൽ പരിഹാസത്തിൻ്റെ പരകോടിയിൽ കയറേണ്ടി വന്നിട്ടുള്ള ടീമാണ് RCB. ഇപ്പോൾ ഇതാ നോക്കൂ, ഈ കപ്പ് ഞങ്ങളുടേത് തന്നെയാണ്, ഞങ്ങൾ ആർക്കും വിട്ടുതരില്ല എന്ന് പ്രഖ്യാപിക്കുകയാണ് വിരാട് കോഹ്ലിയും സംഘവും, അല്ലെങ്കിൽ രജത് പട്ടിദാറും സംഘവും എന്ന് പറയുന്നത്. ആവേശകരമായിട്ടുള്ള ഫൈനൽ നിമിഷങ്ങളിൽ നമ്മൾ പ്രതീക്ഷിച്ചു, പക്ഷേ അത്ര തന്നെ ആവേശത്തിലേക്ക് പോയില്ല. കഴിഞ്ഞ തവണത്തെ ആ ഒരു നെക്ക് ടു നെക്ക് ഫൈറ്റ് വന്നിട്ടില്ല. എങ്കിൽ പോലും ഇടയ്ക്കൊരു വെല്ലുവിളിയൊക്കെ വന്നെങ്കിലും വിരാട് കോഹ്ലി തന്നെ ആ വിജയ റൺസ് പൂർത്തിയാക്കുന്ന കാഴ്ച കാണുന്നു. മനോഹരമായിട്ടുള്ള കാഴ്ച. എന്താണ് ഈ ഫൈനലിനെ കുറിച്ച് പറയാനുള്ളത്? ഇതിൽ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ വിരാട് കോഹ്ലിയുടെ RCB എന്നതിനൊപ്പം തന്നെ അതിനുശേഷം തൊട്ടടുത്ത വാക്കായിട്ട് രജത് പട്ടിദാറിൻ്റെ RCB എന്ന് കൂടി ചേർത്ത് പറഞ്ഞു. ശരിക്കും അത് തന്നെയാണ്. നമ്മളിപ്പോൾ രാമായണത്തിലെ വളരെ പ്രശസ്തമായൊരു കഥയാണ് അഹല്യ മോക്ഷം എന്നുള്ളത്. അതായത് ഗൗതമ മഹർഷിയുടെ ഭാര്യയായ അഹല്യക്ക് ഗൗതമ മഹർഷിയുടെ ശാപം ഏൽക്കുന്നു. ഒരുപാട് വർഷത്തിന് ശേഷം ശ്രീരാമൻ അവിടെ എത്തിയിട്ട് അദ്ദേഹത്തിൻ്റെ പാദസ്പർശം ഏൽക്കുകയാണെങ്കിൽ അഹല്യക്ക് മോക്ഷം സംഭവിക്കുന്നു എന്നുള്ള ഒരു കഥയാണ്. അപ്പോൾ അതേപോലെ ഒരു അഹല്യ മോക്ഷം എന്നുള്ള രീതിയിൽ കഴിഞ്ഞ സീസണിൽ RCB കപ്പടിക്കുന്നു. ശരിക്കും RCB 18 സീസൺ അല്ലെങ്കിൽ 19 സീസണിലും ഈ ടൂർണമെൻറ്റിൽ തന്നെ ഏറ്റവും മികച്ച ടീമായിരുന്നു. പക്ഷേ രജത് പട്ടിദാർ എന്ന താരത്തെ ക്യാപ്റ്റൻ ആക്കേണ്ടിയിരുന്നു എന്നുള്ളത്, അതായത് വിരാട് കോഹ്ലിയിൽ നിന്നും ക്യാപ്റ്റൻസി അദ്ദേഹത്തിലേക്ക് മാറിയ സമയത്താണ് ശരിക്കും ഈ ടീമിന് ഒരു അഹല്യ മോക്ഷം സംഭവിക്കുന്നതും കപ്പ് ആദ്യമായിട്ട് ലഭിക്കുന്നതും. പിന്നീട് രണ്ടാമതും ഈ കപ്പ് അവർ നിലനിർത്തുന്നു. അപ്പോൾ RCBയെ സംബന്ധിച്ചിടത്തോളം ഇതിലും അഭിമാനിക്കാനുള്ള, അല്ലെങ്കിൽ ഇതിലും എന്താ പറയുക, ആഘോഷിക്കാനുള്ള മറ്റൊരു ദിവസം ഇല്ല എന്ന് തന്നെ വേണം കരുതാൻ. കഴിഞ്ഞ സീസണിൽ അവർ കപ്പ് അത് നിലനിർത്തുന്നു എന്നുള്ളതാണ്. അതായത് അവരുടെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഒരു കിടയറ്റ യന്ത്രം പോലെ പ്രവർത്തിച്ച ഒരു സീസണായിരുന്നു. ഏറ്റവും പ്രധാനം വിരാട് കോഹ്ലി അവിടെ ഉണ്ടായിരിക്കും. ഇപ്പം ഈ റൺ ചേസിലേക്ക് വരുമ്പോൾ 155 ഒരു ലോ സ്കോറാണ്. എങ്കിൽ കൂടിയും ചേസിങ്ങിൽ എന്തായാലും ഗുജറാത്ത് അവർ നല്ല ബോളേഴ്സൊക്കെ ഉണ്ട്, അവർ പിന്നെ ട്രൈ ചെയ്യുമെന്ന് ഉറപ്പാണ്. പക്ഷേ എങ്കിൽ കൂടിയും ഒരു സമയത്ത് നമ്മൾ കളി കണ്ടിരുന്ന നമുക്ക് പോലും ഒരു ടെൻഷനില്ല. കാരണം അപ്പുറത്ത് ചേസ് മാസ്റ്ററായ വിരാട് കോഹ്ലി ഉള്ളിടത്തോളം കാലം അവർക്ക് അദ്ദേഹത്തെ, അതായത് കിങ്ങിനെ വീഴ്ത്തി കഴിഞ്ഞാലേ ഈ രാജ്യം കീഴടക്കാൻ കഴിയുള്ളൂ എന്നുള്ള രീതിയിൽ തന്നെയാണ് അദ്ദേഹം ബാറ്റ് ചെയ്തത്. ദ ഡിഫറൻസ്, അതായത് ഈ മാച്ചിലെ ഏറ്റവും ഡിഫറൻ്റ് ആയിട്ട് ഏറ്റവും നന്നായിട്ട് ബാറ്റ് ചെയ്തത് വിരാട് കോഹ്ലി മാത്രമാണ്. മറ്റാരും, വെങ്കടേഷ് അയ്യറിൻ്റെ ക്യാമിയോ നമുക്ക് എടുത്തു പറയാം. എങ്കിൽ കൂടിയും ഈ രണ്ട് ടീമുകളിൽ നോക്കുമ്പോൾ വിരാട് കോഹ്ലിയുടെ ബാറ്റിംഗ് സ്റ്റാൻഡ് ഔട്ടായിട്ട് നിന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 65ഓളം 50+ സ്കോറുകൾ അദ്ദേഹം IPL മാത്രം നേടിയിട്ടുണ്ട്. അതായത് 19 സീസണിൽ ഓരോ സീസണിലും അങ്ങനെ നോക്കുകയാണെങ്കിൽ എല്ലാ സീസണിലും ഒരു 3+50 അദ്ദേഹം നേടുന്നുണ്ട് എന്നുള്ളതാണ്. ഇന്നത്തെ ഇന്നിങ്സിന് പ്രത്യേകതയുണ്ട്. അദ്ദേഹത്തിന്റെ ഫാസ്റ്റസ്റ്റ് IPL. അതെ, അതൊരു ഫൈനലിലാണ്. അത് എവിടെയാണ് പിറക്കുന്നത്? അതാണ് ഫൈനൽ. നിർണായകമായിട്ട് നിമിഷത്തിൽ പിറക്കുന്നു. 25 പന്തിൽ അദ്ദേഹം ഫാസ്റ്റസ്റ്റ് 50 തൂക്കുന്നു എന്നുള്ളതാണ്. അത് മാത്രമല്ല, ഇന്നത്തെ വിരാട് കോഹ്ലിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കളിയിൽ അദ്ദേഹം അഗ്രസീവാണ്. നമുക്കറിയാം, ശുഭ്മാൻ ഗിൽ പുറത്താവുന്ന ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ആഹ്ലാദം നമ്മൾ കാണുന്നതാണ്. ആ വിക്കറ്റ് സമീപത്തുള്ള കാലിയുയർത്തിയുള്ള ആഘോഷം നമ്മൾ കാണുന്നതാണ്. പക്ഷേ ഏറ്റവും ആവേശം ജനിപ്പിച്ചൊരു നിമിഷം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഗില്ല് തിരിച്ച് അദ്ദേഹത്തിൻ്റെ ക്യാച്ച് എടുക്കുന്നു. പക്ഷേ അത് അദ്ദേഹം ചോദ്യം ചെയ്ത റിവ്യൂയിലൂടെ ക്യാച്ച് ഔട്ട് ആവുന്നില്ല എന്ന് പറയുന്നു. അപ്പോഴൊക്കെ വിരാട് കോഹ്ലി ആഗ്രഹിക്കുന്നൊരു കാര്യം അമ്പയറെ പോലും തിരുത്തുന്നു നമ്മൾ കാണുന്നുണ്ട്, ശ്രമിക്കുന്നുണ്ട്. അതായത് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് നമുക്ക് അപ്പോൾ തന്നെ വ്യക്തമായത്, ഈ കപ്പ്, ഈ വിജയം അദ്ദേഹത്തിൻ്റെ ബാറ്റിൽ നിന്ന് പിറക്കണമെന്ന അദമ്യമായിട്ടൊരു ആഗ്രഹം വിരാട് കോഹ്ലിയുടെ മനസ്സിലുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അത് അദ്ദേഹം സാധ്യമാക്കുകയും ചെയ്തു. തീർച്ചയായിട്ടും. അത് എന്നിട്ടും ആ ക്യാച്ച് പോലും അദ്ദേഹം അത്രയും തർക്കിച്ചിട്ടൊക്കെയാണ് നേടുന്നത്. അതായത് പിന്നെ ഈ റൺസിനോടുള്ള, ജയിക്കാനുള്ള ഒരു അദമ്യമായ ആഗ്രഹം, ആ ഒരു ത്വര നമ്മൾ ലോക ക്രിക്കറ്റിൽ എല്ലാവരും അദ്ദേഹത്തിൽ നിന്ന് കണ്ടുപഠിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതുമാത്രമല്ല, ഈ മോസ്റ്റ് 50+ സ്കോർസിൻ്റെ T20 ഫൈനൽസ് എന്ന് പറയുമ്പോൾ വിരാട് കോഹ്ലിയാണ് ലോകത്തിൽ ഇതുവരെയുള്ള T20 ഫൈനലുകളിൽ ഏറ്റവും കൂടുതൽ 50 നേടിയവരുടെ ലിസ്റ്റിലും വിരാട് കോഹ്ലി എത്തിയൊരു മത്സരമായിരുന്നു. ഈ ലിസ്റ്റിൽ ക്രിസ് ഗെയിൽ ഉണ്ട്, ഡ്വൈൻ സ്മിത്ത് ഉണ്ട്, ഹാമിൽട്ടൺ മസ്കാഡ്സ് ഉണ്ട്. ആ ലിസ്റ്റിൽ 4 50യുമായി വിരാട് കോഹ്ലി എത്തുന്നു. അതുമാത്രമല്ല, മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ കഴിഞ്ഞ 3-4 സീസണുകളിലായി അദ്ദേഹത്തിൻ്റെ റൺസുകൾ, വിരാട് കോഹ്ലി എന്ന് പറയുമ്പോൾ ശരിക്കും IPL അല്ല, വിരാട് ലീഗാണെന്ന് നമുക്കറിയാം. അദ്ദേഹം IPL അല്ല, ഈ 4 സീസണിലും അദ്ദേഹം 600+ റൺസ് അദ്ദേഹം നേടിയിട്ടുണ്ട്. ഇതിനിടയ്ക്ക് ഒരു ഓറഞ്ച് ക്യാപ്പ് ഉണ്ട്. അപ്പോൾ അതിനൊപ്പം തന്നെ ടീം ഒരു ഘട്ടത്തിൽ തകരുന്ന ഘട്ടത്തിൽ പോലും ഈ മത്സരത്തിൽ ഒരു ഘട്ടത്തിൽ നമുക്കറിയാം, ഫസ്റ്റിൽ വെങ്കടേഷ് അയ്യരുടെ ഒരു ബ്ലാസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്ക് വിക്കറ്റുകൾ പോയ സമയത്ത് പോലും സിറാജിനെയും അതുപോലെ തന്നെ റബാഡയെയും ആക്രമിച്ച് കളിക്കുന്ന ഒരു വിരാട് കോഹ്ലിയാണ് കണ്ടത്. അതായത് ഒരു IPL ഫൈനലിൽ അദ്ദേഹം എപ്പോഴും വിമർശിക്കപ്പെടുന്ന ഈ സ്കോർ നിരക്കിൻ്റെ വേഗതയില്ലായ്മയെക്കുറിച്ച്, അല്ലെങ്കിൽ പിന്നെ സ്ട്രൈക്ക് റേറ്റിനെ കുറിച്ച് പലപ്പോഴും അദ്ദേഹം പലരും അദ്ദേഹത്തെ വിമർശിക്കാറുണ്ട്. പക്ഷേ അതേ വിരാട് കോഹ്ലിയാണ് ഒരു IPL അദ്ദേഹത്തിൻ്റെ ഏറ്റവും വേഗതയേറിയ 50
ഒരു IPL ഫൈനലിലാണ് എടുത്തതെന്ന് നോക്കുമ്പോൾ അദ്ദേഹം ഒരു സ്റ്റാൻഡ് ഔട്ട് പെർഫോമൻസ് ആണ്. മറുവശത്ത് പിന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഗില്ലിൻ്റെയും അതുപോലെ തന്നെ ഗുജറാത്തിനും സംഭവിച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പിന്നെ വരാമെന്ന് തോന്നുന്നു. ഈ ജാസിമേ ഇത് കഗീശ്വർ റബാഡ എറിയുന്ന രണ്ടാമത്തെ ഓവർ അതിൽ പിറക്കുന്ന റൺസ് അതിനാണ് അതാണ് അവിടെ പതനം അവിടെ തുടങ്ങുകയാണ്. അതായത് ആദ്യം ബാറ്റർമാർ നിരാശപ്പെടുത്തുന്നു. ഗുജറാത്തിൻ്റെ വിഖ്യാതമായിട്ടുള്ള ട്രയോ ശുഭ്മാൻ ഗിൽ 10 റൺസിൽ പുറത്താകുന്നു. ഹേസൽവുഡ് പിന്നാലെ സായി സുദർശൻ 12 റൺസിൽ പുറത്താകുന്നു. അതോടുകൂടി അവർ ബാക്ക് ഫുട്ടിലാകുന്നു. പക്ഷേ അവിടെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം എന്ന് വെച്ചാൽ ജോസ് ബട്ട്ലറെ മറികടന്ന് അവരൊരു നീക്കം നടത്തുന്നുണ്ട്. ഇന്ന് സിന്ധുവിനെ 3-ാം സ്ഥാനത്തേക്ക് ഇറക്കി വിടുന്നുണ്ട്. പക്ഷേ അദ്ദേഹം കളിച്ചു 20 റൺസോളം അദ്ദേഹത്തിന് മികച്ച തുടക്കം കിട്ടി, അല്ലെങ്കിൽ ആക്രമിക്കാൻ ശ്രമിക്കുന്നെങ്കിലും ആ വിക്കറ്റും താമസിയാതെ നഷ്ടമാവുകയാണ്. ബട്ട്ലർ സംബന്ധിച്ച് അദ്ദേഹം 19 റൺസ് റൺസാണ് 23 പന്തിലാണ്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സായി സുദർശനും ശുഭ്മാൻ ഗില്ലും നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ റൺസ് വരുന്ന ഒരു ടീം ഇന്ന് അവരുടെ ആദ്യ 6 നേടാൻ 14 ഓവർ വരെ കാത്തിരിക്കേണ്ടി വന്നു. ഖാൻ വരേണ്ടി വരുന്നു. അർഷാദ് ഖാൻ വരേണ്ടി വരുന്നു ഒരു 6 അടിക്കാൻ വേണ്ടിയിട്ട്. മാത്രവുമല്ല ഇതിനിടയ്ക്ക് പവർ പ്ലേയിൽ 50 റൺസ് നേടുന്ന ഒരു ടീം ഒരു 31 പന്തോളം ബൗണ്ടറി കണ്ടെത്താതെ മുന്നോട്ട് പോകണം. അടുത്ത 6 ഓവറുള്ള അവർക്ക് ബൗണ്ടറി പോലും കിട്ടുന്നില്ല, 4 പോലും നേടാൻ കഴിയുന്നില്ല. കൃണാൽ പാണ്ഡ്യയുടെ നിർണായകമായിട്ടുള്ള 2 ഓവറുകൾ, അദ്ദേഹത്തിൻ്റെ ഡോട്ട് ബോൾ സമ്മർദ്ദം അത് നിർണായകമായിരുന്നു. അത് കളിയിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കി. ജോസ് ബട്ട്ലറെ പിടിച്ചെടുക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ ചെയ്ത് കൃണാൽ പാണ്ഡ്യയാണ്. സത്യത്തിൽ ഇന്ന് സംഭവിച്ചത് ഒരു പ്ലാൻ ബി ഗുജറാത്തിന് ഉണ്ടായിരുന്നില്ല എന്ന് കളിയിൽ പ്രകടമാണ്. അതായത് ആദ്യ 2 വിക്കറ്റുകൾ നഷ്ടമായ ശേഷം എന്ത് ചെയ്യണമെന്നറിയാതെ പതറിപ്പോകുന്ന ടീമിനെ കണ്ടു. അത് തന്നെയാണോ? അതേസമയം നേരെ മറിച്ചു RCBക്ക് വ്യക്തമായ പ്ലാൻ ഉണ്ടായിരുന്നു. അതിലേക്ക് നമുക്ക് വിശദമായിട്ട് വരാം. RCBക്ക് വ്യക്തമായൊരു പ്ലാൻ ഉണ്ടാവുകയും ഗുജറാത്തിന് ഒരു പ്ലാൻ ബി ഇല്ലാതെ പോവുകയും ചെയ്തതിൻ്റെ ഫലമാണോ ഇന്നുണ്ടായത്? അതാണ് മത്സരം നിരീക്ഷിക്കുമ്പോൾ മനസ്സിലാവുന്നത്. തീർച്ചയായിട്ടും ഈ പറഞ്ഞതിലേക്ക് പ്ലാനിൻ്റെ കാര്യം തന്നെ പറഞ്ഞുതരാം. ഇന്നിപ്പോൾ കോഹ്ലി ഇത് കഴിഞ്ഞിട്ട് നടത്തുന്ന അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണമുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട് അതിൽ വലിയ സമ്മർദ്ദങ്ങളൊന്നും ഇല്ലാതെയാണ് കളിച്ചത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അത് ആ കളിയിൽ കൃത്യമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. 2 അവരുടെ നല്ല പ്ലാനിംഗ് ആണ് എന്നുള്ളതും കോഹ്ലി പറയുന്നുണ്ട്. ആ പ്ലാനിംഗ് കൃത്യമായിട്ട് അവിടെ വർക്കൗട്ട് ചെയ്ത് അത് ഈ IPLൻ്റെ ഒരു മത്സരത്തിൻ്റെ ഗതി മനസ്സിലാക്കിയത് തന്നെ ബംഗളൂരു എങ്ങനെയായിരുന്നു മുന്നോട്ട് പോയിരുന്നത്, അവരുടെ തുടക്കം എങ്ങനെയായിരുന്നു, ഇടയ്ക്കുണ്ടാകുന്ന ഒരു പതർച്ച എങ്ങനെയായിരുന്നു, പിന്നെ അതിനെ ഓവർകം ചെയ്തുകൊണ്ട് അവരെങ്ങനെ പിന്നീട് അത് കയറി വന്നു എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് RCBയുടെ ഒരു മത്സരങ്ങൾ നമ്മൾ വിശകലനം ചെയ്താൽ മനസ്സിലാവുന്നതാണ്. അപ്പോൾ ആ രീതിയിൽ അവർ കൃത്യമായി ഓരോ മത്സരങ്ങൾക്ക് ശേഷവും ഗൃഹപാഠം നടത്തി നല്ല ഹോംവർക്ക് നടത്തിയിട്ടുള്ള ഒരു പ്രകടനം തന്നെയാണ് അവർ കൃത്യമായിട്ട് നടത്തിയത്. അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് തന്നെയാണ് പോയിന്റ് ടേബിളിൽ 1-ാം സ്ഥാനത്തെത്തുന്നു. അതിനുമപ്പുറം കിരീടം തുടർച്ചയായിട്ടുള്ള 2-ാം കിരീടം നേടുന്നു എന്നുള്ളത്. ഇന്നത്തെ മത്സരത്തിലേക്ക് വരുമ്പോഴേ ആദ്യം ഈ ഗുജറാത്ത് ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിങ്ങിന് ഇറങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നു. പക്ഷേ അപ്പോൾ ശുഭ്മാൻ ഗിൽ പറയുന്നൊരു കാര്യമുണ്ട്, ഞങ്ങളുടെ ഗ്രൗണ്ടാണ്, ആ ഗ്രൗണ്ടിൽ ഞങ്ങൾക്ക് ആദ്യം ബാറ്റ് ചെയ്യണമെന്ന് തന്നെയായിരുന്നു ആഗ്രഹം എന്ന് പറയുന്നുണ്ട്. അത് എത്രത്തോളം ശരിയാണെന്ന് നമുക്കറിയില്ല. പക്ഷേ അദ്ദേഹം അങ്ങനെ പറയുന്നുണ്ട്, അദ്ദേഹം അങ്ങനെ ആഗ്രഹിച്ചിരുന്നു എന്നുള്ളത്. കാരണം അവിടെ ഒന്ന് നമ്മൾ ആ പിച്ചിനെ സംബന്ധിച്ച് മനസ്സിലാക്കുന്നത് വലിയ സ്കോർ പിറക്കാനൊന്നും ചാൻസ് ഇല്ലാത്തൊരു പിച്ച് കൂടിയാണ്. 2 ചേസ് ചെയ്യുമ്പോൾ അത്യാവശ്യം ചേസ് ചെയ്യാൻ പറ്റാവുന്നൊരു സാഹചര്യം കൂടിയായിരിക്കും, പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു ടഫായിട്ടുള്ള ഒരു മത്സരം എന്നുള്ളത് കൊണ്ട് തന്നെ. പക്ഷേ അവിടെ ഇന്ന് ഒരു കണക്കിന് പറയുകയാണെങ്കിൽ ആ ഒരു മത്സരത്തിൻ്റെ ഒരു ഗതിയിലേക്ക് വരുമ്പോൾ സായ് സുദർശനും അതോടൊപ്പം തന്നെ ഗില്ല് എന്ന് പറയുന്നത് ഈ ഒരു IPLൽ ഏറ്റവും മികച്ച പാർട്ണർഷിപ്പാണ്. അതായത് ഓപ്പണിംഗ് പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത് ഇവരാണ് ഏറ്റവും മികച്ച പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത്. അത് എല്ലാവരും പുകഴ്ത്തിയ ഒരു പാർട്ണർഷിപ്പ് കൂടിയാണ്. അപ്പോൾ അവർ തകരുന്ന ഒരു സാഹചര്യം. അവർ 2 പേരും കൂടി 22 റൺസ് മാത്രമേ എടുക്കുന്നുള്ളൂ. ഒരാൾ 10-ഉം ശുഭ്മാൻ ഗില്ല് 10-ഉം സായ് സുദർശൻ 12-ഉം മാത്രമേ എടുക്കുന്നുള്ളൂ. അവരിന്ന് തകർന്നതോടുകൂടി പിന്നെ അവിടെ ആ ഒരു തുടക്കം അവർക്ക് നഷ്ടപ്പെട്ടത് അവരുടെ ടോട്ടലി അവർ അവസാനം വരെ നമ്മളത് കണ്ടു എന്നുള്ളതാണ്. പിന്നെ അവർ വലിയ പ്രതിസന്ധിയിലാവുന്ന സമയത്ത് പിന്നെ വാഷിംഗ്ടൺ സുന്ദറിൻ്റെ ഒരു പ്രകടനം, ഒരു അർദ്ധ സെഞ്ചുറി പ്രകടനം മാത്രമാണ് അവരെ മികച്ച ഒരു ഭേദപ്പെട്ട സ്കോറിലേക്ക് ഫൈറ്റ് എത്തിച്ചു. ചെയ്യാവുന്ന ടോട്ടൽ. അതെ ഒരു ഫൈറ്റ് ചെയ്യാവുന്ന എന്ന് തന്നെ പറയാൻ പറ്റത്തില്ല. കാരണം നല്ലൊരു ടീം അപ്പുറത്ത് നിൽക്കുകയാണ്. കാരണം വിരാട് കോഹ്ലിയെ പോലെയുള്ള കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ മികച്ച പ്രകടനത്തെ രജത് പാട്ടിദാറിനെ പോലെയുള്ള ഒട്ടേറെ വെങ്കടേഷ് അയ്യറിനെ പോലെയുള്ള താരങ്ങളൊക്കെ അവിടെ നിൽക്കുമ്പോൾ അവർക്ക് 155 റൺസ് എന്നുള്ളതൊന്നും ഒരു വലിയ സ്കോറായിട്ട് നമുക്ക് തോന്നുന്നില്ല. നമുക്ക് ഇന്ന് രാവിലെ തന്നെ വിശകലനം ചെയ്തപ്പോൾ അറിയാവുന്നതാണ്, പോനപ്പെണ്ണൊക്കെ അറിയാവുന്നതാണ്. പറയുന്നത് തന്നെ 200 റൺസിൻ്റെ മുകളിലൊക്കെ ഉണ്ടെങ്കിലേ നമുക്ക്, പ്രത്യേകിച്ച് IPLൽ 200 എന്നുള്ളത് പോലും ചെറിയ സ്കോറായി മാറുന്ന ഒരു സാഹചര്യമാണ്. 150+ ആണ് ഇപ്പോഴത്തെ ഒരു ഫൈറ്റിംഗ് ടോട്ടൽ. അതെ. അപ്പോൾ ആ ഒരു അവസരത്തിൽ 150 എന്നുള്ളത് വളരെ കുറഞ്ഞു പോയി എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഈ ഒരു അവരുടെ തുടക്കം വലിയ അവർക്ക് ഫ്ലോപ്പായത് അത് ഇന്ന് അവരുടെ മത്സരത്തെ നന്നായി ബാധിച്ചു എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട പ്രശ്നം. 2 അവരുടെ പിന്നെ ബംഗളൂരുവിൻ്റെ
ബൗളിംഗ് അത് വലിയ രീതിയിൽ നന്നായി ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് പോയി. റാസിഖ് സലാമിൻ്റെ ഒക്കെ ഓവർ എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഇന്ന് 3 വിക്കറ്റ് കിട്ടുന്നു. അതായത് അവസാന ഘട്ടത്തിൽ ഗുജറാത്ത് പൊരുതാൻ നോക്കുന്ന താരങ്ങളെയൊക്കെ വിക്കറ്റ് എടുക്കാനും കൂടി അവർക്ക് സാധിക്കുന്നുള്ളതാണ്. ഇപ്പോൾ റാഷിദ് ഖാൻ ഉൾപ്പെടെ ഒരു 6 അടിച്ചുകൊണ്ട് ആ ഒരു സ്കോർ ഉയർത്താനുള്ള ഓവറിൽ ശ്രമമൊക്കെ 10 റൺസ് നടത്തുന്നുണ്ട്. മാത്രമേ കൊടുക്കുന്നുള്ളൂ. അതെ, അതെ. അപ്പോൾ അങ്ങനെ ആ ഒരു ശ്രമം നടത്തുന്ന ഒരു സാഹചര്യത്തിൽ വിക്കറ്റ് എടുക്കാൻ കഴിയുക എന്നുള്ളതൊക്കെ വലിയ പ്രധാനപ്പെട്ട ഘടകമാണ്. അങ്ങനെ അദ്ദേഹം ഒരു ഘട്ടത്തിൽ ഹാട്രിക്കിന്റെ വക്കത്ത് അതെ, എത്തിയിരുന്നു. ഇടയ്ക്ക് ഒരു ഹാട്രിക്കിന്റെ ഹാട്രിക് ഭാഗത്ത് എത്തിയിരുന്നു. അതിനിപ്പോൾ തന്നെ ഇതിൽ എടുത്തു പറയേണ്ടത് ജോസ് ബട്ട്ലർ ഒഴിച്ച് ബാക്കി എല്ലാ ബാറ്റ്സ്മാൻമാരും പുറത്തായത് ഷോർട്ട് ബോളുകളിലാണ്, അതായത് ബൗൺസ് അതെ. ചെയ്ത പന്തുകളിലാണ്. എല്ലാവരും ബിഗ് ഹിറ്റിന് അതായത് ഇന്ന് ശ്രമിച്ചിട്ടാണ്. കൂടുതൽ അതെ, ഷോർട്ട് ബോളുകൾ ആണ് അതെ. അവരുടെ ഇപ്പം പ്രതീക്ഷിച്ചത്. ഈ RCBയുടെ ജോസ് ഹേസൽവുഡ് ആണെങ്കിൽ അദ്ദേഹത്തിന്റെ ഉയരം കൃത്യമായിട്ട് ഇതിനകത്ത്, അതായത് ഈ ഇപ്പം ശുഭ്മാൻ ഗില്ലിനെ പുറത്താക്കിയ പന്ത് തന്നെ ആ ഫസ്റ്റ് ബോൾ അദ്ദേഹം ബൗണ്ടറി നേടിയിരുന്നു. സെക്കൻഡ് ബോളും പിന്നെ ആ പ്രതീക്ഷിച്ചതിലും കൂടുതൽ ഒരു 140 മുകളിലുള്ള വേഗത്തിൽ പന്ത് വരുന്നു. മാത്രമല്ല ഇത് കുറച്ചുകൂടി ബൗൺസ് അവർക്ക് കിട്ടുന്നുണ്ട്. കൃത്യമായിട്ടും ആ ബൗൺസ് ഉപയോഗിച്ചിട്ടുണ്ട്, അവരുടെ ഉയരം കൃത്യമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. എല്ലാ വിക്കറ്റും ബട്ട്ലർ ഒഴിച്ച് ബാക്കി എല്ലാ വിക്കറ്റും ഇതേപോലെ തന്നെയാണ് ഔട്ടായിരിക്കുന്നത്. ഷോർട്ട് പിച്ച് പന്തുകൾ ഒന്നുമില്ല പുൾ ചെയ്യാൻ ഷോർട്ട് പിച്ച് പന്തിന് ഉപരിയായിട്ട് ഹാർഡ് ലെങ്ത് പന്തുകൾ, അത് ഷോർട്ട് ഓഫ് ദ ലെങ്ത് പന്തുകൾ ഉം. ഇന്ന് ധാരാളമായിട്ട് RCB ബാൾമാർ ഉപയോഗിക്കുന്നുണ്ട്. അതായത് അത് കളിക്കാൻ പ്രയാസമെന്ന് തോന്നുന്ന ഘട്ടത്തിൽ അവർ ആ പ്ലാൻ കൃത്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്. അതായത് അത്തരം കൂടുതൽ പന്തുകൾ ഉപയോഗിക്കുന്നുണ്ട്. മാത്രമല്ല ഇന്നത്തെ ഫീൽഡ് സെറ്റപ്പിന് രജത് പട്ടിദാറിന് അഭിനന്ദനം അർഹിക്കുന്നുണ്ട്. അത് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട 2 വിക്കറ്റുകൾ എന്ന് പറയുന്നത് തെവാട്ടിയുടെ വിക്കറ്റ്, ഒപ്പം ലാസ്റ്റ് ഇന്നർ സർക്കിളിനകത്ത് സമീപത്ത് വരുന്ന 2 ക്യാച്ചുകൾ. അതായത് ഫീൽഡ് പൊസിഷൻ ഷോർട്ട് തേർഡ് മാനെ ഉള്ളിലേക്ക് കയറ്റി നിർത്തുന്നു, ഏതാണ്ട് ഒരു 30 വാര സർക്കിളിനടുത്ത് വിക്കറ്റ് കീപ്പറിന് ബാക്കിലായിട്ട് നിർത്തുന്നു. അതുപോലെ ലെഗ് സൈഡിൽ ഫൈൻ ലെഗിനെയും കയറ്റി നിർത്തുന്നുണ്ട്. ഈ 2 ഫീൽഡർമാരെ കയറ്റി നിർത്തി പുള്ളി തന്നെ പട്ടിദാർ തന്നെ പട്ടിദാർ തന്നെ ഫീൽഡ് ചെയ്യുന്നുണ്ട്. ക്യാച്ചിങ് പൊസിഷൻ. 2 ഫീൽഡ് കയറ്റി നിർത്തുന്നതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ ഈ ഷോർട്ട് ബോളുകളാണ്. അതെ, ഷോർട്ട് ബോളുകളിൽ ടോപ്പ് എഡ്ജ് കിട്ടുകയാണ് തീർച്ചയായിട്ടും അവിടെ ക്യാച്ച് വരുമെന്ന് മുൻകൂട്ടി കണക്കാക്കുകയും അല്ലെങ്കിൽ അതിനനുസരിച്ച് അതായിരുന്നു കൃത്യമായിട്ടുള്ള പ്ലാൻ തന്നെയാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്ലാൻ കൃത്യമായി. അതായത് ഷോർട്ട് ബോളുകൾ എറിയുക, എഡ്ജ് കിട്ടുക, ടോപ്പ് എഡ്ജ് വാങ്ങിക്കുക, വിക്കറ്റ് കീപ്പറിന് 2 സൈഡിലായിട്ട് ക്യാച്ചുകൾ വാങ്ങുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ആ 2 ക്യാച്ചുകൾ ഈ കളിയിൽ വഴിത്തിരിവായിട്ടുണ്ട്. തെവാട്ടിയെ പോകുന്നു. റാസിക്ക് കൃത്യമായിട്ട് വിജയിപ്പിക്കുന്നുണ്ട്. പിന്നെ റാസിക്കിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അദ്ദേഹം ക്രോസ് സീം ബോളേഴ്സാണ്. സീം നേരെ ഒപ്പം സ്പിന്നർമാർ ഉപയോഗിക്കുന്ന തരത്തിൽ സീം പിടിച്ചിട്ട് ക്രോസ് സീം ബാളാണ് അദ്ദേഹം കൂടുതലായി ഉപയോഗിച്ചത്. അദ്ദേഹത്തിൻ്റെ പേസ് വേരിയേഷൻസ് എടുത്ത് പറയേണ്ടത് ഏതാണ്ട് മിക്കവാറും പന്തുകളെല്ലാം 134 കിലോമീറ്റർ ആ ഒരു 140 ഉള്ളിലാണ് റേഞ്ചിലേക്ക് കൂടുതൽ അതിനകത്താണ് വരുന്നത്. അതിനുപരിയായിട്ട് അദ്ദേഹം കൂടുതൽ ഷോർട്ട് ബോൾ ഉപയോഗിക്കുന്നു. പിന്നെ കൂടുതലായിട്ട് അദ്ദേഹം യോർക്കറുകൾ ട്രൈ ചെയ്യുന്നുണ്ട്. യോർക്കർ എന്ന് പറഞ്ഞാൽ വിക്കറ്റിന് നേരെ വരുന്ന യോർക്കർ എന്നല്ല, യോർക്കർ ലെങ്ത് പന്തുകൾ അദ്ദേഹം വിക്കറ്റിന് സമീപത്തായിട്ടും വൈഡായിട്ടും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇത് തീർച്ചയായിട്ടും ഒരു യുവതാരം കാഴ്ചവെക്കുന്ന മികവ് തന്നെയാണ്. അത് ജോഷ് ഹേസൽവുഡ് ബൗൺസറുകളുടെ എതിരാളികൾ പിടിച്ചു കെട്ടുന്നു. ഡഫി മാത്രമാണ് ഇതിൽ പരാജയപ്പെട്ടു പോയത് എന്ന് വേണമെങ്കിൽ പറയേണ്ടിയിരിക്കുന്നു. 38 റൺസ് അദ്ദേഹം വിട്ടുകൊടുക്കുന്നു. അദ്ദേഹത്തിൻ്റെ വെരി ഫസ്റ്റ് ബോൾ തന്നെ ഈ മത്സരം എങ്ങോട്ടെന്നുള്ളൊരു സൂചന നൽകുന്നുണ്ട്. അതായത് സ്വിങ് ചെയ്ത പന്താണത്. അത് മിഡിൽ സ്റ്റമ്പിലേക്ക് അത് കയറി വരുന്നുണ്ട്, പക്ഷേ അത് വിക്കറ്റ് ആവുന്നില്ല. പക്ഷേ അദ്ദേഹത്തിന് ആദ്യ ഓവറുകളുടെ അവസാന 3 പന്തുകൾ അദ്ദേഹത്തിന് നിയന്ത്രണം നഷ്ടമാകുന്നു, വൈഡുകൾക്ക് നഷ്ടമാകുന്നു തോന്നുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തെ പിൻവലിച്ചിട്ട് പിന്നെ കൊണ്ടുവരുന്നത് 10ാമത്തെ ഓവറിലാണ് എന്നുള്ളതാണ്. ആദ്യ 4 ഓവറുകൾ 4 ബൗളർമാരെ അവർ പരീക്ഷിക്കുന്നുണ്ട്. പവർ പ്ലേയിൽ 2 ഓവർ കിട്ടിയത് ഹൈസൽവുഡിന് മാത്രമാണ്. ഭുവനേശ്വർ കുമാറും റാസിക്കും ഡഫിയും ഒക്കെ ചേർന്ന് അവിടെ കൃണാൽ പാണ്ഡ്യയും വന്ന് പന്തെറിയുന്നുണ്ട്. അപ്പോൾ നോക്കുകയാണെങ്കിൽ കൃത്യമായിട്ടുള്ളൊരു പ്ലാൻ ബംഗാളിന് ഉണ്ടായിരുന്നു എന്നത് വ്യക്തം തന്നെയാണ് ഈ കളിയിൽ. അതെ, അതിനൊപ്പം തന്നെ ഇത് തുടക്കം തന്നെ ഇവരുടെ ഈ പൊന്നാപുരം കോട്ട എന്നൊക്കെ നമ്മൾ പറയുന്ന ഈ 3 ബാറ്റ്സ്മാൻമാർ അവർ 15 ഓവർ വരെ ബാറ്റ് ചെയ്യുന്നു എന്ന രീതിയിലാണ് നമ്മൾ എല്ലാ മത്സരങ്ങളും കണ്ടിട്ടുള്ളത്. അതായത് സായി സുദർശൻ, ജോസ് ബട്ട്ലർ ആൻഡ് ശുഭ്മാൻ ഗിൽ, ഇവർ രണ്ടുപേരും പുറത്തായത്. ശുഭ്മാൻ ഗില്ലിൻ്റെ വളരെ എന്താ പറയുക, ഒരു ബാലിശമായുള്ളൊരു ഷോട്ട് പോലെയാണ് അത്. ഫൈനൽ പോലുള്ള ഒരു മത്സരത്തിൽ ഇത്തരത്തിലുള്ളൊരു ഷോട്ട് ചെയ്യുമ്പോൾ അദ്ദേഹം വളരെ ശ്രദ്ധിക്കേണ്ടിയിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം അദ്ദേഹം ഒരു ക്യാപ്റ്റനാണ്, അലക്ഷ്യമായിട്ടുള്ള ഒരു ഷോട്ടായിരുന്നു. അതിന് അദ്ദേഹം ആത്മവിശ്വാസത്തോടെ സ്റ്റെപ്പ് ഷോട്ട് കളിക്കുന്നുണ്ടായിരുന്നു. അതെ, പക്ഷേ ഫൈനലാണ് ഇത്. അതായത് ഇതിനപ്പുറം വേറൊരു മത്സരം, ഇത് ലീഗ് ഘട്ടത്തിൽ ഏതാണ്ട് 2005 ഇതേ അഹമ്മദാബാദ് സ്റ്റേഡിയത്തിൽ നമുക്ക് നിരാശ നൽകിയ ഒരു ഷോട്ടുണ്ട്, അതെ, ക്യാപ്റ്റൻ രോഹിത് ശർമ്മയുടെ ഷോട്ട്. അല്ല, ഇതിനിപ്പോൾ ശുഭ്മാൻ ഗിൽ, ഞാൻ ജസ്റ്റ് ശുഭ്മാൻ ഗില്ലിന്റെ ഫൈനലുകളിലെ സ്കോർ ഒന്ന് പരിശോധിച്ചു. ശുഭ്മാൻ ഗില്ലിന്റെ ഫൈനലുകളിലെ സ്കോർ എന്ന് പറയുമ്പോൾ അദ്ദേഹം ഫൈനലുകളിലൊക്കെയും പരാജയമായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പഴയകാല ചരിത്രം പറയുന്നത്. അതിനൊപ്പം ആ ചരിത്രം ഇന്നും ആവർത്തിച്ചു. അദ്ദേഹത്തിന്റെ അണ്ടർ 19 വേൾഡ് കപ്പ് ഫൈനലിൽ അദ്ദേഹം നേടിയത് 15 റൺസാണ്. അതായത് ആ ഫൈനലിൽ. അതിനുശേഷം വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ 2021 അദ്ദേഹത്തിന്റെ സ്കോറുകൾ 15ഉം 8ഉമാണ് 2 ഇന്നിങ്സുകളിൽ. അതിനുശേഷം 2023 ഇന്ത്യ വീണ്ടും വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിൽ എത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ സ്കോറുകൾ 13ഉം 18ഉമാണ്. പിന്നീട് 2023 ലോകകപ്പ്, നമ്മൾ രോഹിത് ശർമ്മയുടെ ഇത് പറഞ്ഞതുപോലെ തന്നെ 2023 ലോകകപ്പ് ഫൈനലിൽ അദ്ദേഹത്തിന്റെ സ്കോർ 4 റൺസാണ്. പിന്നെയുള്ളത് ചാമ്പ്യൻസ് ട്രോഫി ഫൈനലാണ്, അദ്ദേഹം 31 റൺസ് നേടി, താരതമ്യേന ഓക്കെ. പിന്നെയുള്ളത് IPL ഫൈനൽ 2021 IPL ഫൈനലിൽ അദ്ദേഹം നേടിയത് 51 റൺസാണ്. പക്ഷേ അതിന് അദ്ദേഹം എടുത്ത പന്തുകളാവട്ടെ 47 പന്തുകളാണ്.
ഇപ്പോൾ ഈ മത്സരത്തിലേക്ക് വരികയാണെങ്കിൽ 8 പന്തിൽ 10 റൺസ് എടുത്ത് അദ്ദേഹം പുറത്താവുകയും ചെയ്തു. അപ്പോൾ അങ്ങനൊരു വലിയൊരു ഒരു ക്യാപ്റ്റൻസി എന്ന രീതിയിൽ ഉപരി ഈ ഫൈനലുകളിൽ പരാജയപ്പെടുന്ന ഒരു ശുഭ്മാൻ ഗില്ലിയാണ് നമ്മൾ ഈ മുമ്പും കണ്ടിട്ടുള്ളത്. അതേ സംഭവം തന്നെ ഇവിടെ ആവർത്തിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അല്ല ജസിമെ, അതിനെ നമുക്ക് ഒന്ന് കൗണ്ടർ ചെയ്തുകൂടെ? കാരണം എന്ന് വെച്ചാൽ ഒരു ക്യാപ്റ്റൻ എന്ന് പറയുമ്പോൾ മുന്നിൽ നിന്ന് നയിക്കണമെന്ന് നമ്മൾ പറയുന്നു. അദ്ദേഹം ആ റിസ്ക് എടുക്കുക എന്നുള്ളത് ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ ടീമിനുള്ള വിശ്വാസമായിരിക്കും. സായി സുദർശൻ, ബട്ട്ലറും ഒക്കെ വരാൻ തോവാറ്റിയയും അർഷദീപ് പോലും കളിക്കുന്ന താരമാണ്. പിന്നെ വാഷിംഗ്ടൺ സുന്ദർ അവിടെയുണ്ട് എന്നതാണ്. രണ്ട് ഉദാഹരണം ഞാൻ പറയാം. ഒന്ന് ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു, രോഹിത് ശർമ്മയുടെ 2023 ഫൈനലിലെ ആ ലൂസ് ഷോട്ട് അദ്ദേഹത്തിന് പറ്റിയിട്ടുള്ള പിഴവ് എന്ന് അദ്ദേഹം ആവർത്തിക്കുന്നുണ്ട്. മറ്റൊന്ന് ഇതേപോലെ 2015 ലോകകപ്പിൻ്റെ ഫൈനലിൽ ബ്രണ്ടൻ മക്കൽ സമാനമായിട്ടൊരു ഷോട്ട് കളിക്കുന്നുണ്ട് ഓസ്ട്രേലിയക്കെതിരെ. അവരുടെ ന്യൂസിലൻഡിൻ്റെ എല്ലാ പ്രതീക്ഷയും ബ്രണ്ടൻ മക്കലുമായിരുന്നു. പക്ഷേ അദ്ദേഹം അതിവേഗത്തിൽ പുറത്താവുന്നൊരു കാഴ്ച കണ്ടു. വളരെ ചുരുങ്ങിയ സ്കോറിൽ ന്യൂസിലൻഡ് പോവുകയും അനായാസം ഓസ്ട്രേലിയ കപ്പ് ഉയർത്തുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെയൊന്ന് ആ വാദത്തെ എങ്ങനെ നമുക്ക് ഈസിയായിട്ട് തള്ളിക്കളയാൻ കഴിയും? ഞാൻ പറയുന്നത് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവർക്ക് ഈ ഓപ്പണിംഗ് കൂട്ടുകെട്ട് എന്നുള്ളതും ആ തുടക്കം എന്നുള്ളതും ഗുജറാത്തിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ മത്സരങ്ങൾ നമ്മൾ കാണുന്നതിനനുസരിച്ച് അവരുടെ ആ തുടക്കം അവർക്ക് എപ്പോഴും നല്ലതായിരുന്നു, മികച്ചതായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവരുടെ വിജയം എന്നുള്ളതും. അപ്പോൾ അങ്ങനെ കളിക്കുന്ന ഒരാൾ, പ്രത്യേകിച്ച് ശുഭ്മാൻ ഗില്ലിനെയൊക്കെ നമ്മൾ ക്യാപ്റ്റൻ മെറ്റീരിയലിനൊപ്പം നമ്മൾ കൃത്യമായിട്ട് ഒരു ബാറ്റിംഗ് മെറ്റീരിയൽ കൂടിയാണല്ലോ അദ്ദേഹം എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം ആ ഒരു രീതിയിൽ കളിക്കണം എന്നുള്ളത് ആ ടീമിൻ്റെ ആവശ്യകത കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം നന്നായി കളിക്കണം എന്നുള്ളതും വരാനിരിക്കുന്ന താരങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുക എന്നുള്ളതല്ല. അദ്ദേഹം അവിടെ എന്താണോ ചെയ്യേണ്ടത്, കാരണം സായി സുദർശനും അദ്ദേഹം നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇമ്പാക്റ്റ് ഉണ്ട് എന്തായാലും ആ ടീമിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അതിൽ അതവിടെ ചെയ്യേണ്ടിയിരുന്നു എന്നുള്ളതാണ്. ഇപ്പം അനു പറഞ്ഞതിൽ ഒരു പോയിന്റാണ്. ബ്രണ്ടൻ മക്കുലത്ത് ഇന്നിങ്സ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ആ സമയത്ത്. അത് പക്ഷേ അതിൻ്റെ ഗുണം എന്നുള്ളത് ബ്രണ്ടൻ മക്കുലത്തിൻ്റെ ടീമിൽ അദ്ദേഹത്തെക്കാൾ മികച്ച രീതിയിൽ ആ ടീമിൽ കെയ്ൻ വില്യംസൺ, റോസ് ടെയ്ലർ അങ്ങനെയുള്ള ഒരു വലിയൊരു നിര അവിടെ ഉണ്ടായിരുന്നു, പിന്നീട് ഇറങ്ങാനുണ്ടായിരുന്നു. പക്ഷേ ഈ ടീമിൽ നമുക്കറിയാം, ഈ ടീമിൽ ഫസ്റ്റ് 3 പേര് ഒഴിച്ച് ബാക്കിയുള്ള ആളുകൾ ആരാണ് ഈ ടൂർണമെൻറ്റിലെങ്കിലും ഒരു 100 റൺസെങ്കിലും തികച്ചിട്ടുള്ളതെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഈവൻ വാഷിംഗ്ടൺ സുന്ദറിൻ്റെ ഇന്നിങ്സ് ഒരു രക്ഷാപ്രവർത്തക ഇന്നിങ്സ് ആണെങ്കിൽ കൂടി ഇതൊരു നല്ല ഇന്നിങ്സ് ആണെന്ന് എനിക്കിപ്പോഴും പറയാൻ തോന്നുന്നില്ല. കാരണം ഒരു ഘട്ടത്തിൽ ജോസ് ബട്ട്ലറെ സമ്മർദ്ദത്തിലാക്കാൻ ഒരുപാട് ഡോട്ട് ബോളുകൾ കളിച്ചുകൊണ്ടിരുന്ന വാഷിംഗ്ടൺ സുന്ദറിനെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു ഘട്ടത്തിൽ പോലും അതൊരു പോസിറ്റീവായിട്ട് കളിച്ചതെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പിന്നെ മാത്രമല്ല, ജോസ് ബട്ട്ലർ ഇറങ്ങുന്നത് വാഷിംഗ്ടൺ സുന്ദറാണ്. അതായത് അദ്ദേഹം ഒരിക്കലും ഒരു ബാറ്റിംഗ് ഓൾറൗണ്ടർ അല്ല, ബോളിംഗ് ഓൾറൗണ്ടറാണ്. അദ്ദേഹം ഒരു ബാറ്റിംഗ് ഓൾറൗണ്ടറായി ഉപയോഗിച്ചിരിക്കുകയാണ്. പിന്നെ ഈ അർഷദ് ഖാൻ ഒരു ബോളറാണ്. അദ്ദേഹം പക്ഷേ ഹാർഡ് ഹിറ്ററാണ്. ഹാർഡ് ഹിറ്ററാണ്. പക്ഷേ അതിനു മുമ്പ് അദ്ദേഹമാണ് ആ സിക്സ് അടിക്കുന്നത്. ആയിരിക്കാം. പക്ഷേ അതിനേക്കാൾ ബാറ്റിങ്ങിൽ കുറച്ചുകൂടി മേൽവിലാസം ഉള്ള ആളുകളാണ് തീർച്ചയായിട്ടും ജേസൺ ഹോൾഡറും രാഹുൽ തെവാട്ടിയൊക്കെ. അപ്പോൾ അവിടെ ഒരു പിഞ്ച് ഹിറ്റർ ഉപയോഗിക്കുന്നത് മൊത്തത്തിൽ നോക്കുമ്പോൾ ഇവരുടെ ഈ മധ്യനിര എന്ത് ചെയ്യണം എന്നുള്ള ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നു. മാത്രമല്ല, ഗുജറാത്ത് ഈ മത്സരം തുടങ്ങുന്നതിൻ്റെ ഏതാണ്ട് 24 മണിക്കൂറിന് മുമ്പ് മാത്രമാണ് ഈ അഹമ്മദാബാദ് സ്റ്റേഡിയത്തിൽ എത്തിയത് എന്നുള്ളൊരു വാർത്ത കൂടിയുണ്ട്. അവർക്ക് പ്രിപ്പയർ ചെയ്യാനോ മറ്റോ സമയം കിട്ടിയിട്ടില്ല. ഷാറുഖ് ഖാന് പരിക്കാണെന്നുള്ള വാർത്തകളുണ്ട്. അപ്പം മൊത്തത്തിൽ നോക്കുമ്പോൾ അവരുടെ മധ്യനിരയിൽ തീർച്ചയായിട്ടും അവർ ബാറ്റിങ്ങിൽ അതായത് നമ്മളെപ്പോഴും പറയാറുള്ളത്, ഇവരുടെ 3 ബാറ്റർമാർ പുറത്തായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നുള്ളത് ഇതുവരെയും ഈ ഫൈനൽ വരെയും ഒരുവിധം അവരിങ്ങനെ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയായിരുന്നു. അതായത് ഇവർ ബാറ്റ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ആ ഒരു ട്രബിൾ വരില്ലെന്ന്. പക്ഷേ ഇന്ന് കൃത്യമായ ട്രബിൾ വന്നു. കഴിഞ്ഞ മത്സരത്തിൽ വന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്നും പാഠം ഉൾക്കൊള്ളാതെ ഒരു മധ്യനിരയിൽ ബാറ്റ് ചെയ്യാൻ കഴിയുന്ന, അല്ലെങ്കിൽ ഇതിലൊക്കെ ഇപ്പോൾ ജേസൺ ഹോൾഡർ ആവട്ടെ, രാഹുൽ തെവാത്തി ആവട്ടെ, ഇവരൊക്കെയും ശരിക്കും ബോളിംഗ് ഓൾറൗണ്ടേഴ്സാണ്. ഇവരൊന്നും ബാറ്റിംഗ് ഓൾറൗണ്ടേഴ്സ് അല്ല. അപ്പോൾ അവിടെ ഒരു ബാറ്റിംഗ് ഓൾറൗണ്ടറുടെ അഭാവം കൃത്യമായിട്ട് അവിടെ ഉണ്ട്. അപ്പം ബാറ്റിംഗ് പൊസിഷൻ മാറ്റിയത് പോലും ഇപ്പോൾ അർഷദ് ഖാൻ നേരത്തെ ഇറക്കേണ്ട ആവശ്യമുണ്ടോ? ആ സമയത്ത് റാഷിദ് ഖാൻ ഇറക്കിയാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ അവിടെ ജേസൺ ഹോൾഡറാണ്, തമ്മിൽ ഭേദം എന്ന രീതിയിൽ നിൽക്കുന്ന ജേസൺ ഹോൾഡറാണ്, രാഹുൽ തെവാട്ടിയാണ്. അതിനു മുമ്പേ അർഷദ് ഖാൻ ഇറക്കുന്നു. പിന്നെ വാഷിംഗ്ടൺ സുന്ദറിൻ്റെ രക്ഷാപ്രവർത്തക ഇന്നിങ്സ്. മൊത്തത്തിൽ നോക്കുമ്പോൾ ഇവരുടെ ഈ മധ്യനിര തകർന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കഴിഞ്ഞ ഏത് മത്സരത്തിലായിരുന്നു ഇവർ തോറ്റ മത്സരം? സൂര്യവംശിയുടെ രാജസ്ഥാൻ തോറ്റ ആദ്യ മത്സരം RCBക്കെതിരെ തന്നെ ഫസ്റ്റ് ക്വാളിഫയറിൽ തോറ്റത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം ആ ഒരു മധ്യനിരയിൽ അന്നും ഇതേപോലെ 6 ഓവറിനുള്ളിൽ തന്നെ അവരുടെ 5 വിക്കറ്റുകൾ നഷ്ടപ്പെടുന്ന ഒരു കാഴ്ചയുണ്ട്. അപ്പോൾ അതിനുശേഷം അവരെന്ത് ചെയ്തു എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇതിലും അവർക്ക് കൃത്യമായിട്ടും വേണ്ടത്, അവർ ഓപ്ഷനിൽ കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടത്, ഇപ്പം ഇവർ 3 പേരും ബാറ്റ് ചെയ്യുമ്പോൾ തന്നെ 18 ഓവറാവും. അപ്പോൾ നമുക്ക് മധ്യനിര ആവശ്യമില്ല എന്ന തരത്തിലായിരിക്കും ഒരുപക്ഷെ ആശിഷ് നെഹ്റയും മറ്റുമൊക്കെ ഓപ്ഷനെ സമീപിച്ചിട്ടുള്ളത്. പക്ഷേ അടുത്ത ഓപ്ഷനിലെങ്കിലും അവർ കൃത്യമായിട്ടും ഒരു ബാറ്റിംഗ് ഓൾറൗണ്ടറെ ഉൾപ്പെടുത്തേണ്ടത് അത്യാവശ്യം. കാരണം ഇവരുടെ പ്രകടനം ഇതുവരെ നിരാശപ്പെടുത്തിയ പ്രകടനം ഇതുവരെ ഉണ്ടായിട്ടില്ലല്ലോ. കാരണം സായി സുദർശനെ ഗില്ലാണെങ്കിലും ആരെങ്കിലും ഒരാളെ ജയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ടീം വിമർശന വിധേയമാകില്ല. പക്ഷേ നോക്കുമ്പോഴാണ് ഇതെല്ലാം പ്രശ്നങ്ങൾ ഉയർന്നു വരുന്നത്. വലിയ പ്രശംസ നമ്മളെ ഇതിലെനിക്ക് മറന്നു പോകാത്തൊരു കാര്യം കൃണാൽ പാണ്ഡ്യയുടെ ഒരു പ്രകടനം. കൃണാൽ പാണ്ഡ്യ നമ്മൾ പ്രത്യേകം അഡ്രസ്സ് ചെയ്യേണ്ട കാര്യമുണ്ട്. കാരണം ഒരു ഘട്ടത്തിലെ ബെസ്റ്റ് ബോളറാണ്. അതും ഇന്ന് ജോസ് ബട്ട്ലറെ പുറത്താക്കിയ നിർണായക പന്ത്, അദ്ദേഹം വൈഡ് യോർക്കർ ലെങ്തിൽ എറിയുന്ന ഒരു പന്ത് സ്റ്റെപ്പ് ഔട്ട് ചെയ്യുന്ന
കണക്കൂട്ടൽ പിഴയ്ക്കുന്ന ബട്ട്ലർ ജിതേഷ് ശർമ്മ ഒന്നാം തരം ഒരു സ്റ്റംപിങ്ങിലൂടെ അദ്ദേഹത്തെ പുറത്താക്കുകയും ചെയ്യുന്നു. അത് മാത്രമല്ല അദ്ദേഹത്തെ ബാറ്റിങ്ങിൽ നിന്ന് തിളങ്ങാനായില്ല, അത് വേറൊരു കാര്യം. പക്ഷേ ഈ IPL ചരിത്രത്തിൽ ഏറ്റവും ലോവസ്റ്റ് ടോട്ടൽ വന്ന ഫൈനൽ, ഏറ്റവും ആവേശകരമായിട്ടുള്ള ഫൈനൽ 2017 മുംബൈ ഒറ്റ റൺസിന് ജയിക്കുന്ന ഒരു ഫൈനൽ, അതിൽ മാൻ ഓഫ് ദി മാച്ച് കൃണാൽ പാണ്ഡ്യയായിരുന്നു. അന്ന് അദ്ദേഹം 47 റൺസുള്ള ടോപ്പ് സ്കോറായിരുന്നു. മുംബൈയിലെ ടോപ്പ് സ്കോർ അദ്ദേഹമായിരുന്നു. കഴിഞ്ഞ ഫൈനലിലും അഹമ്മദാബാദിൽ കൃണാൽ പാണ്ഡ്യയാണ് ഫൈനലിലെ പ്ലെയർ ഓഫ് ദി മാച്ച് എന്ന് പറഞ്ഞത്. ഇത്തവണ അദ്ദേഹം അതിലേക്ക് വന്നിട്ടില്ല എങ്കിൽ പോലും അദ്ദേഹം ആ നിർണായക വിക്കറ്റ് എടുക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ കൃണാൽ പാണ്ഡ്യ പിന്നെ മാത്രവുമല്ല, പവർ പ്ലേയിൽ ആ 2 വിക്കറ്റുകൾ നഷ്ടമായതിനു ശേഷം റൺസ് ഉയർത്തേണ്ട ഘട്ടത്തിൽ എറിയപ്പെട്ട 31 ഡോട്ട് ബാളിൽ ഭൂരിഭാഗവും കൃണാൽ പാണ്ഡ്യയുടേതായിരുന്നു. ആ 2 ഓവറുകളാണ് അവരെ ഗുജറാത്തിനെ ഏറ്റവും സമ്മർദ്ദത്തിലാക്കുകയും റൺസ് വിട്ടുകൊടുക്കാതിരിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം പ്രകടനത്തിൽ അദ്ദേഹം അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു വിക്കറ്റേ ഉള്ളൂ, റൺസ് ഇല്ല, നേടിയിട്ടില്ല എങ്കിൽ പോലും തടയപ്പെട്ട ആ റൺസ്. അല്ല, മാത്രമല്ല അദ്ദേഹത്തിന്റെ ഒരു സ്റ്റൈലും ഇതാണ്. നമ്മൾ ബാറ്റ്സ്മാന്റെ പാദചലനങ്ങൾക്കനുസരിച്ച് കൃത്യമായിട്ടും ഇദ്ദേഹം ഒരിക്കലും ഒരു ഓർത്തഡോക്സ് ബോളറല്ല, അൺഓർത്തഡോക്സ് ആണ്, ഹൈലി അൺഓർത്തഡോക്സ് ആണ്. പല പന്തുകളും വളരെ വേഗത്തിൽ എറിയുന്നു, ബൗൺസർ എറിയുന്നു. നമ്മൾ കഴിഞ്ഞ ടാക്ടിക്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം പിന്നെ ഇപ്പം ജോസ് ബട്ട്ലറുടെ വിക്കറ്റ് പോലും ബട്ട്ലർ നേരത്തെ ജഡ്ജ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ ഒരു ബാറ്റർ അദ്ദേഹം ഏത് തരത്തിൽ പന്തെറിയും എന്നുള്ളത് അത് നമുക്ക് ബാറ്റർക്ക് ജഡ്ജ് ചെയ്യാൻ പോലും പറ്റാത്ത രൂപത്തിലാണ് അദ്ദേഹം ഈ സീസണിൽ ആകെ പന്തെറിഞ്ഞിട്ടുള്ളത്. അതായത് നമുക്കറിയാം, ഇതുപോലുള്ള യൂട്ടിലിറ്റി പ്ലേയേഴ്സ് എപ്പോഴും ഏത് ടീമിനും ഒരു മുതൽക്കൂട്ടാണ്. നമ്മൾ 2 പാണ്ഡ്യമാരുണ്ട്, ഒന്ന് ഹാർദിക് പാണ്ഡ്യയും ചേട്ടൻ പാണ്ഡ്യയും അനിയൻ പാണ്ഡ്യയും. ചേട്ടൻ പാണ്ഡ്യ നിരാശപ്പെടുത്തിയ ഈ സീസണിൽ അനിയൻ പാണ്ഡ്യ നിരാശപ്പെടുത്തിയ ഈ സീസണിൽ കൃണാൽ ശരിക്കും RCBയുടെ ഒരു MVP എന്ന രീതിയിൽ തന്നെ മുന്നേറിയ സീസണാണ്. അതായത് ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടൊക്കെ ശരിക്കും ആ ടീമിൽ ഇപ്പം മുംബൈ വിട്ടപ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് സങ്കടം ഉണ്ടായിരുന്നു. കാരണം മുംബൈ ഒരുപാട് വർഷക്കാലം ആ ഒരു 2 പാണ്ഡ്യ ബ്രദേഴ്സ് പ്ലസ് 1 കീറൻ പൊള്ളാഡ് എന്ന രീതിയിൽ അവർ ഫിനിഷേഴ്സ് എന്ന രീതിയിൽ മുംബൈ ഒരു വലിയൊരു ടീമായിട്ട് നിന്നൊരു സമയം ഉണ്ടായിരുന്നു. നേരത്തെ ചേസിങ്ങിൻ്റെ കാര്യം പറഞ്ഞു. മുംബൈ ആണ് ഏറ്റവും ലോവസ്റ്റ് ആയിട്ട് 3 സ്കോറുകൾ, ഒരു 160 താഴെയുള്ള 3 സ്കോറുകൾ മുംബൈ 3 ഫൈനലുകളിൽ ഡിഫെൻഡ് ചെയ്തു. അതെ, അതുപോലെ തന്നെ 155, 158 അവർ ഡിഫെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ആ ഡിഫെൻഡിങ് ചെയ്യുന്ന സമയത്തൊക്കെ ഇപ്പം ഇതിലും കൃണാൽ പാണ്ഡ്യയുടെ സാന്നിധ്യം നമ്മൾ പറഞ്ഞു. പല സമയത്തും ആ ഒരു ലോ സ്കോറുകൾ ഡിഫെൻഡ് ചെയ്യുന്നതിലൊക്കെ ഈ കൃണാൽ പാണ്ഡ്യക്കൊക്കെ വലിയൊരു പങ്കുണ്ടായിരുന്നു മുംബൈക്ക് വേണ്ടി. മുംബൈ കിരീടം ഉയർത്തിയ സീസണുകളിലൊക്കെ. അപ്പോൾ അവിടുന്ന് മാറി ഈ RCBയിലേക്ക് എത്തിയപ്പോൾ അദ്ദേഹം പച്ച പിടിക്കുമോ എന്ന സംശയങ്ങളൊക്കെ ആദ്യം ഉണ്ടായിരുന്നു. കാരണം ആ സമയത്ത് തന്നെ ഇദ്ദേഹം RCBയിലേക്ക് എത്തിയ സമയത്ത് അനിയൻ പാണ്ഡ്യ ഗുജറാത്തിന് വേണ്ടി കിരീടം നേടിയൊരു സീസണും മറ്റൊക്കെ ഉണ്ടായിരുന്നു. കിരീടം നേടുന്നു, അതിനൊപ്പം തന്നെ റണ്ണേഴ്സ് അപ്പ് ആവുന്നു. അങ്ങനെയുള്ള സമയത്ത് പിന്നീട് അദ്ദേഹം വീണ്ടും മുംബൈയിലേക്ക് പോയപ്പം അനിയൻ പാണ്ഡ്യ നിരാശപ്പെടുത്തുന്ന ഒരു സമയത്ത് ചേട്ടൻ പാണ്ഡ്യ അവിടെ RCBയുടെ ഒരു എന്താ പറയുക മെയിൻ വെപ്പണായിട്ട് മാറുന്ന ഒരു കാഴ്ച. ഒരു പാണ്ഡ്യമയമുണ്ട്, ഒരു പാണ്ഡ്യ എപ്പോഴും സാന്നിധ്യം അറിയിക്കുന്നുണ്ട് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നമ്മളെ ഈ 18 വർഷക്കാലവും നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം RCB ഏറ്റവും മികച്ച ടീം തന്നെയാണ് എന്നുള്ളതാണ്. അവരുടെ കിട്ടാവുന്ന റയൽ മാഡ്രിഡിൻ്റെ കാര്യം പറഞ്ഞ പോലെ കിട്ടാവുന്ന ഏറ്റവും മികച്ച താരങ്ങളെല്ലാം വാങ്ങിച്ചു കൂട്ടുകയും പലർക്കും കളിക്കാൻ പോലും അവസരം ലഭിക്കാതെ റിസർവ് ബെഞ്ചിൽ ഒതുങ്ങി പോകേണ്ടി ചെയ്യുന്ന സാഹചര്യമുണ്ട്. ഈ 18 സീസണുകളിലും RCBക്ക് എന്തുകൊണ്ട് കിരീടം നേടാൻ കഴിയാതെ പോയി എന്നതൊരു പ്രസക്തമായ ചോദ്യമല്ല. 5 ഫൈനലുകൾ, ഈ കഴിഞ്ഞ 2 ഫൈനൽ, ഇപ്പോഴത്തെയും കഴിഞ്ഞ വർഷത്തെയും ഒഴിച്ചു നിർത്തിയാൽ 3 ഫൈനലുകൾ അവർ കളിച്ചിട്ടുണ്ട്. പക്ഷേ കിരീടത്തിലേക്ക് എത്താൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. ആ പഴയ ടീമിൽ നിന്ന് ഇപ്പോഴത്തെ ടീമിനുണ്ടായിട്ടുള്ള മാറ്റം എന്തായിരിക്കും? അന്നും വിരാട് കോഹ്ലി ഉണ്ടായിരുന്നു, ഇന്നും വിരാട് കോഹ്ലി ഉണ്ട്. വിരാട് കോഹ്ലി എല്ലാ കാലത്തും അവിടെ ഉണ്ട്. വിരാട് കോഹ്ലി ഒരു നായകനായിട്ട് ഇപ്പം രജത് പട്ടിദാറാണ് നായകനെങ്കിലും ആളുകളുടെ മനസ്സിൽ ഇപ്പം വിരാട് കോഹ്ലി തന്നെയാണ് അവരുടെ ഒരു എന്താ പറയുക ഇൻവിസിബിൾ ക്യാപ്റ്റൻ എന്ന രീതിയിൽ അദ്ദേഹം ഇവിടെ തന്നെ ഉണ്ട്. പക്ഷേ എങ്കിൽ കൂടിയും ഈ 2 സീസണുകൾ എടുത്ത് നോക്കുമ്പോൾ മറ്റ് സീസണുകളെ അപേക്ഷിച്ച് നോക്കുമ്പം ഇതിൽ പ്ലേയേഴ്സിന് കൃത്യമായിട്ടും അവരുടെ റോളുകൾ കൃത്യമായി നിർണ്ണയിച്ചിട്ടുണ്ട്. ഇവർക്കിത് കൃത്യമായിട്ട് അറിയാം. പലപ്പോഴും നമ്മളിപ്പോൾ AB ഡിവിലിയേഴ്സ് ഉള്ള സമയത്ത്, ക്രിസ് ഗെയിലുള്ള സമയത്ത് ക്രിസ് ഗെയിലിൻ്റെ ഒരു ബ്ലാസ്റ്റ് ഓപ്പണിംഗ് നമ്മളവിടെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ മധ്യനിരയിൽ ABD പ്ലസ് വിരാട് കോഹ്ലിയുടെ ഇന്നിങ്സ് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ ബോളേഴ്സ് ആ സമയത്ത് കാര്യമായിട്ട് അങ്ങനെ ഫോമിലൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ 2 സീസണുകൾ എടുത്ത് നോക്കുമ്പോൾ ഇവിടെ ഇവർക്ക് ഓരോരുത്തർക്കും കൃത്യമായിട്ട് അവരുടെ റോളുകൾ അറിയാം. വെങ്കടേഷ് അയ്യറിന് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ആദ്യ പന്ത് തൊട്ട് അടിച്ചു കൊള്ളുക എന്നുള്ള രീതിയിലുള്ള ആ ഒരു ഉദ്യമമാണ് കൊടുത്തിരിക്കുന്നത്. അദ്ദേഹം കളിച്ച 3 മത്സരങ്ങളെ ഈ സീസൺ 3-4 മത്സരങ്ങളെ കളിച്ചിട്ടുള്ളൂ. ഫിൽ സാൾട്ടിന് പരിക്കായതുകൊണ്ട് ഫിൽ സാൾട്ട് ആദ്യം
ഏത് തരത്തിലാണോ കളിച്ചിരുന്നത് അതേ തരത്തിൽ തന്നെയാണ് വെങ്കടേഷ് അയ്യർ വന്നപ്പോൾ ഈ ടീമിലേക്ക് വന്നപ്പോൾ കളിച്ചുകൊണ്ടിരുന്നത്. അതായത് ആ ഇമ്പാക്ട് പ്ലെയർ ആയിട്ടാണ് അദ്ദേഹം ഇമ്പാക്ട് വരുന്നത്. പ്ലെയർ, അതായത് അദ്ദേഹം അതായത് ഫിൽ സാൾട്ട് എവിടെ നിർത്തിയോ അവിടെ നിന്നാണ് വെങ്കടേഷ് അയ്യർ അത് തുടങ്ങിയത്. ഓൾറൗണ്ടർ ആണ്, പക്ഷേ അദ്ദേഹത്തിന് ബോളിംഗ് വേണ്ട എന്നാണ് അതെ. പറഞ്ഞേക്കുന്നത് അല്ലേ? അതെ. അപ്പോൾ വെങ്കടേഷ് അയ്യർക്ക് കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ റോൾ അറിയാം. വിരാട് കോഹ്ലി എല്ലാ കാലത്തും അദ്ദേഹം ചെയ്തിരുന്ന റോൾ നങ്കൂരമിട്ട് കളിക്കുക, വിക്കറ്റ് പോവാതെ ഒരറ്റം കാത്തു സൂക്ഷിക്കുക എന്നുള്ളത്. അദ്ദേഹം ഈ 19 സീസണിലും അദ്ദേഹം കളിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഏതാണ് സെയിം പാറ്റേൺ തന്നെയാണ്. ഇതിനിപ്പം ഈ സീസണിൽ അദ്ദേഹം കുറച്ചുകൂടി അഗ്രസീവായിട്ട് സ്കോർ റേറ്റ്, അതായത് റൺ റേറ്റ് കൂട്ടിയിട്ട് കളിക്കാനും ശ്രമിച്ചിട്ടുണ്ട്. പിന്നെയുള്ള ഇത് ഇപ്പം ജിതേഷ് ശർമ്മ വരെയുള്ള ടിം ഡേവിഡിൻ്റെ ഉദ്ദേശവും ഇതേപോലെ തന്നെയാണ്. ഫസ്റ്റ് ബോൾ തന്നെ അടിക്കുക. കൃണാൽ പാണ്ഡ്യക്കും കൃത്യമായിട്ട് പിന്നെ റൺ റേറ്റ് കുറച്ച് പന്തെറിയുക, അതായത് ഇത് എങ്ങനെ പിന്നെ ഏത് തരത്തിലാണെങ്കിലും കുഴപ്പമില്ല, ബാറ്റ്സ്മാനെ കുഴക്കുക, ആ രീതിയിൽ പന്തെറിയുക. ഭുവി, പിന്നെ അതുപോലെ തന്നെ ഡഫി പ്ലസ് ഹാസിൽവുഡ്, റാസിക്ക്, ഈ 4 പേസർമാരെയാണ്, അതായത് ഏറ്റവും കുറഞ്ഞ താരങ്ങളെ ഇപ്പോൾ ഒരു ടീമിൽ 25 പേരെങ്ങാനുണ്ട് മൊത്തത്തിൽ നോക്കുമ്പോൾ. പക്ഷേ ഈ IPL ഏറ്റവും കുറഞ്ഞ താരങ്ങളെ യൂസ് ചെയ്തിട്ട് കളിച്ചവരിൽ ഏതാണ്ട് ഒരു സെയിം ടീമിന് തന്നെയാണ് RCB എല്ലാ മത്സരങ്ങളും കളിപ്പിച്ചിട്ടുള്ളത്. അതായത് അവർ കൂടുതൽ മാക്സിമം യൂസ് ചെയ്തിട്ടുള്ളത് 16 പേരെ എങ്ങനെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. 8 പേരെങ്കിലും അവർ യൂസ് ചെയ്യാതെ മാറ്റി നിർത്തിയിട്ടുണ്ട്. അവർ കൃത്യമായിട്ടൊരു ടീം അവിടെ സെറ്റായിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഉദാഹരണം കൂടിയാണ്. അപ്പോൾ ഓരോരുത്തർക്കും ഈ 2 സീസണുകളിലും അവരുടെ റോളുകളെക്കുറിച്ച് കൃത്യമായ ബോധ്യം വന്നു എന്നുള്ളതാണ് ഈ വിജയങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ഘടകമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിനകത്ത് രസകരമായിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം, ഈ മത്സരത്തിന് മുമ്പ് ശ്രീകാന്ത്, ഇന്ത്യൻ മുൻതാരം, പറഞ്ഞൊരു കാര്യമുണ്ട്. RCB ഗുജറാത്തിന് ജയിക്കണമെങ്കിൽ ഒറ്റ കാര്യമുള്ളൂ, RCB ചെയ്യേണ്ട ഒരു പിഴവെന്ന് പറയുന്നത് റൊമാരിയോ ഷെപ്പേർഡിനെ പന്തെറിയാൻ ഏൽപ്പിക്കുക എന്നുള്ള ഒരു വിമർശനം അദ്ദേഹം ഉന്നയിച്ചു. അദ്ദേഹത്തിന് പന്ത് കൊടുത്താൽ ഗുജറാത്ത് ജയിക്കുമെന്ന് പറഞ്ഞു. പക്ഷേ അത് ഇന്ന് അദ്ദേഹം ടീമിനുണ്ടായിട്ട് അദ്ദേഹത്തെ പന്ത് കൊടുത്തിട്ട് കൂടിയില്ല. റീച്ചെട്ടിൽ 5 ബൗളർമാരെ RCB പരീക്ഷിച്ചിട്ടുള്ളൂ. അവർ കൃത്യമായിട്ടുള്ള റോൾ, അത് തന്നെ ഡഫി വിക്കറ്റ് എടുത്തില്ല, 38 റൺസ് വിട്ടുകൊടുക്കുകയും ചെയ്തു എന്നുള്ളത് ഒരു പോരായ്മയായിട്ട് വേണമെങ്കിൽ കാണാം. പക്ഷേ റൊമാരിയോ ഷെപ്പേർഡിനെ, അദ്ദേഹത്തിന് 7 വിക്കറ്റോ മറ്റേ ഉള്ളൂ ഈ സീസണിൽ, പക്ഷേ അദ്ദേഹത്തെ പന്ത് ഏൽപ്പിച്ചതേ ഇല്ല എന്നുള്ളതാണ്. അദ്ദേഹത്തിന് ബാറ്റിങ്ങിന് ഇറങ്ങേണ്ടിയും വന്നിട്ടില്ല, അല്ലേ? ബാറ്റിങ്ങിന് തീർച്ചയായിട്ടും ഷെപ്പേർഡ് വലിയ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയതാണ്. ഈ സീസണിൽ തന്നെ പലപ്പോഴും വിമർശനങ്ങൾ ഷെപ്പേർഡ് ഏറ്റുവാങ്ങി. ശരിക്കും ബാംഗ്ലൂരിൻ്റെ മറ്റേ ശിവൻ ദൂബെയാണ് പന്ത് ബോളിങ്ങിൽ. അതെ. ചെണ്ട, അതായത് റൺസ് ഏറെ വിട്ടുകൊടുക്കും അല്ലേ? റൺസ് വിട്ടുകൊടുക്കും, പന്തെറിഞ്ഞു കഴിഞ്ഞാൽ ഈസിലി പ്രഡിക്റ്റബിൾ ആയ പന്തുകളാണ്, ആർക്കും അടിക്കാം എന്നുള്ള രീതിയിലുള്ള പന്തുകളാണ്. അതുകൊണ്ടായിരിക്കും ശ്രീകാന്ത് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. ഇടക്കാലത്ത് ബംഗളൂരുവിനെ ജയിക്കാവുന്ന മത്സരങ്ങളൊക്കെ പലപ്പോഴും അത് തട്ടിപ്പറിച്ച് മറ്റുള്ളത് കൊണ്ട് ആവേശം ഷെപ്പേർഡിന്റെ ഓവറുകളിലാണെന്നുള്ളതൊരു വലിയ പ്രശ്നമായിരുന്നു. അപ്പോൾ അപ്പോൾ അത് കൃത്യമായിട്ട് അവർ ആ പ്ലാനിങ് മാറ്റി. കൃത്യമായിട്ട് അവർ പറഞ്ഞ പോലെ കൃത്യമായിട്ട് റോള് കൊടുത്തു. അതെ അതെ. റോള് കൊടുത്തു. നീ എറിയണ്ട, നിനക്ക് ബാറ്റ് ചെയ്യൽ അവിടെയുള്ള റോൾ അതാണ്. വല്ലപ്പോഴും ഏതെങ്കിലും കളിയിൽ 1-2 പന്തുകൾ എനിക്ക് ബാറ്റ് ചെയ്യാൻ കിട്ടും, അതൊന്ന് അടിച്ച് അകറ്റിയാൽ മതി. അല്ല, ഇവർക്ക് ഉപയോഗിക്കേണ്ട കാര്യമില്ല. കാരണം 4 ബോളേഴ്സ്, ഡഫി, ഹാസിൽവുഡ്, പിന്നെ ഭുവി, ഭുവനേശ്വർ, പിന്നെ റാസി- കൃണാൽ പാണ്ഡ്യ, റാസിക് കൃണാൽ സലാം, പാണ്ഡ്യ 5 പേരായി. 5-4 20 ഓവറായി. ഇനി വല്ലപ്പോഴും ഒരാൾക്ക് അടി കിട്ടുകയാണെങ്കിൽ സുയാഷ് ശർമ്മയെ പോലുള്ള പിന്നെ അവരെ ഇമ്പാക്റ്റ് ആയിട്ടൊക്കെ ഇറക്കാനുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ട്. പക്ഷെ ഇന്ന് ഇതേ ഇല്ലാന്ന് തോന്നുന്നു. എങ്കിൽ കൂടിയും ബോളേഴ്സ് അവിടെ ഉണ്ട്. മറ്റുള്ളവർക്ക് അടി കിട്ടാത്തപ്പം പിന്നെ അദ്ദേഹത്തെ പരീക്ഷിക്കേണ്ട യാതൊരു കാര്യമില്ല. കാരണം ശിവൻ ദൂബെ എങ്ങനെയാണ് എറിയുന്നത് അതേ ലൈനിൽ തന്നെയാണ്. സന്തുലിതമായിട്ടുള്ളൊരു ടീം എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ അവരുടെ ഒരു ഇത്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ, ഇപ്പോൾ MSK നേരത്തെ പറഞ്ഞ പോലെ, നേരത്തെയൊക്കെ ബാറ്റിങ്ങിൽ ഒരു അപ്രമാദിത്യമുള്ള ഒരു ടീം കൂടിയായിരുന്നു ബംഗളൂരു എന്ന് പറയുന്നത്. ഇപ്പോൾ AB ഡി വില്ലിയേഴ്സും വിരാട് കോഹ്ലിയൊക്കെ ഉൾപ്പെടെയുള്ള ആ ഒരു ടീം, അങ്ങനെ ഒരു സ്ട്രക്ചർ AB ഡി ഉണ്ടായിരുന്നു. വില്ലിയേഴ്സ് ഇന്നും കളി കാണാനുണ്ടായിരുന്നു കേട്ടോ. AB ഡി വില്ലിയേഴ്സ് ഇന്നും കളി കാണാനുണ്ടായിരുന്നു. അതെ ഒരു ഭാഗ്യതാരകം. അതെ. കഴിഞ്ഞ തവണ അദ്ദേഹത്തെ ക്ഷണിച്ചു വരുത്തിയായിരുന്നല്ലോ. അപ്പോൾ ഇവർ ബൗളർമാരുടെ നമുക്ക് വലിയ അവരെ പരിചയമില്ലാത്തതിന് കാരണം അവർ എത്രത്തോളം വലിയ ബൗളിംഗ് നിര ഇല്ലാത്ത ഒരു യൂണിറ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ആയിരിക്കും. അപ്പോൾ ഇവരുടെ ബാറ്റിംഗ് നിരയും ബൗളിംഗ് നിരയും ഫീൽഡിങ്ങും എല്ലാം കൂടി ഒരു സെറ്റായിട്ടുള്ള നല്ലൊരു ക്യാപ്റ്റനും, അപ്പോൾ ആ ഒരു സന്തുലിതാവസ്ഥ തീർച്ചയായിട്ടും ബംഗളൂരുവിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർ ടേബിളിൽ ഒന്നാമതായതും ഈ കിരീടത്തിലേക്ക് ഉള്ള വഴിയിൽ പിന്നെ അതിലും പ്ലേ ഓഫിലും ഗുജറാത്തിനെ തോൽപ്പിച്ചുകൊണ്ട് മുന്നേറുന്നു. അവിടെ നേരിട്ട് ഫൈനലെത്തുന്നു. ഗുജറാത്ത് വീണ്ടും മറ്റൊരു മത്സരം കളിച്ച് വരുന്നു എന്നുള്ളതും അവിടെയും ഗുജറാത്തിനെ തോൽപ്പിക്കുന്നു. അങ്ങനെ മൊത്തത്തിൽ അവരുടെ കയ്യിലേക്ക് മത്സരം മാറുന്നു എന്നുള്ളതും അവർ ഈ IPL ഒരു IPL ഫേവറേറ്റ് ആയിട്ട് മാറുന്നു എന്നുള്ളത്. അപ്പോൾ നമ്മൾ കളി തുടങ്ങുന്നതിൻ്റെ മുമ്പ് തന്നെ IPL ഫേവറേറ്റ് ആരാന്ന് ചോദിക്കുമ്പോൾ അവിടെയും ബംഗളൂരിൻ്റെ പേരുണ്ടായിരുന്നു. അപ്പോൾ അവർ പക്ഷെ കൃത്യമായിട്ട് നമ്മൾ ഇന്ന് രാവിലത്തെ പ്രവചനത്തിന് ഞാൻ ഗുജറാത്തിനെയായിരുന്നു പറഞ്ഞിരുന്നത്. ഞാനും ഗുജറാത്തായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ രണ്ടുപേരും നമ്മൾ അഡ്മിറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. ഈ മറ്റൊരു കാര്യം കൂടിയുണ്ട്. 2018 ഈ IPL ക്രിക്കറ്റ് ഒരു അന്ധവിശ്വാസങ്ങളുടെ ആണെങ്കിൽ പോലും IPL ഒരു വിശ്വാസമുണ്ട്. 2018 മുതൽ അത് സാധ്യമാകുന്നുണ്ട്. അതായത് IPL ക്വാളിഫയർ ഫസ്റ്റിൽ ജയിക്കുന്ന ടീം കിരീടമുയർത്തുന്ന ഒരു പതിവ് ആവർത്തിക്കപ്പെടുന്നുണ്ട്. നമ്മൾ പലതവണ സംസാരിച്ചിട്ടുണ്ട്. രാജസ്ഥാൻ്റെ കാര്യത്തിൽ അടക്കം നമ്മൾ സംസാരിച്ചാണ്. അവസാന സ്ഥാനക്കാരായിട്ട് വരുന്ന ടീം കിരീടമുയർത്തി ചരിത്രം ഉണ്ടോ എന്ന് ചോദിച്ചാൽ സമീപകാലത്തെങ്ങുമില്ല. മറിച്ച് ആവർത്തിക്കപ്പെടുന്നത് IPL ക്വാളിഫയർ 1 ജയിക്കുന്ന ടീം തന്നെ നേരിട്ട് ഫൈനലിൽ എത്തുന്ന ടീം ഫൈനലും ജയിച്ച് കപ്പ് തൂക്കുന്നു എന്നുള്ളതാണ്. IPL സീസൺ അവസാനിച്ചു. വൈഭവ് സൂര്യവംശി നമുക്കെടുത്ത് പറയാം. അദ്ദേഹം ക്യാപ്റ്റൻ
ഓറഞ്ച് ക്യാപ്പ് ഓറഞ്ച് അദ്ദേഹം സ്വന്തമാക്കുന്നു വെല്ലുവിളികളില്ലാതെ. 177 റൺസ് നേടിയിരുന്നെങ്കിൽ വിരാട് കോഹ്ലിക്ക് ഇന്ന് അദ്ദേഹത്തെ മറികടക്കാൻ പറ്റും. പക്ഷേ ആ 155 റൺസ് ആണ് അവർക്ക് ആകെ നേടാൻ കഴിഞ്ഞത്. മറുഭാഗത്ത് ഏറ്റവും നിരാശപ്പെടുത്തിയ മറുഭാഗത്ത് കഗീസോ റബാഡോ പർപ്പിൾ ക്യാപ്പ് നേടി ഭുവനേശ്വർ കുമാറിനെ മറികടന്നു. പക്ഷേ അദ്ദേഹത്തിന് ആശ്വസിക്കാൻ ആഹ്ലാദിക്കാനുള്ള വക കിട്ടുന്നില്ല. ടീം തോറ്റു പോകുന്നു എന്നുള്ളതാണ്. അടുത്ത സീസണിലേക്ക് വരുമ്പോൾ ഒരു പ്രധാനപ്പെട്ട ചോദ്യം, വിരാട് കോഹ്ലി അടുത്ത സീസണിൽ ഉണ്ടാകുമോ, RCB തുടരുമോ എന്നുള്ളതാണ്. എന്താണ് പ്രതീക്ഷ? നമുക്കത് പറഞ്ഞു. തീർച്ചയായിട്ടും അദ്ദേഹം ഇനിയും അവിടെ തുടരാനുള്ള എല്ലാവിധ പൊട്ടൻഷ്യലും അദ്ദേഹത്തിനുണ്ട് എന്നുള്ളത് ഇന്നത്തെ മത്സരത്തിൽ അദ്ദേഹം തെളിയിച്ചതാണ്. ആ മത്സരത്തിൽ നേരത്തെ പറഞ്ഞ പോലെ നങ്കൂരമിട്ട് അവിടെ കളിക്കുക എന്നുള്ളതും ഇന്നത്തെ ആ ഒരു സ്റ്റാറ്റ്സ് ഒന്ന് എടുത്ത് നോക്കിയാൽ വിരാട് കോഹ്ലി ഒരു ഭാഗത്ത് വിരാട് കോഹ്ലി അവിടെ സ്റ്റേബിൾ അവിടെ നിലനിന്നുകൊണ്ട് അവിടെ നങ്കൂരട്ടുകൊണ്ട് അദ്ദേഹം പ്രകടനം നടത്തുകയാണ്. നല്ലൊരു കൂട്ടുകെട്ട് അവിടെ തുടക്കത്തിൽ കിട്ടുന്നു. പിന്നീട് അങ്ങോട്ട് അദ്ദേഹം അവിടെ മറ്റു വിക്കറ്റുകളൊക്കെ പോകുമ്പോഴും അദ്ദേഹം അവിടെ നിൽക്കുന്നു. അദ്ദേഹത്തിൻ്റെ ആ ഒരു പൊട്ടൻഷ്യൽ അത് നന്നായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്നു എന്നുള്ളതും ബംഗളൂരിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടതാണ്. എന്തായാലും അദ്ദേഹം അടുത്ത സീസണുകളിലും അദ്ദേഹം ഉണ്ടാകണം എന്നുള്ള ഒരു ആഗ്രഹം കൂടിയുണ്ട്. നല്ല മത്സരങ്ങളൊക്കെ കാണാനുള്ള ഒരു ആഗ്രഹം കൊണ്ട് തന്നെയാണ്. അതെ, തീർച്ചയായിട്ടും വിരാട് കോഹ്ലി ഉണ്ടാവണം. കാരണം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ 18 കൊല്ലം, അത് കഴിഞ്ഞ സീസണിൽ അദ്ദേഹം കപ്പടിച്ചപ്പോൾ അത്രയും വൈകാരികമായിട്ട് തന്നെ പ്രതികരിച്ചൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾ മെസ്സിക്ക് കപ്പൊട്ടിയ പോലെ കിട്ടിയ പോലെ ഏതാണ്ട് അതേ ഒരു ലൈനിൽ തന്നെയാണ്. അദ്ദേഹം ഗ്രൗണ്ട് മൊത്തം പിന്നെ ഓടി നടക്കുന്നു, രവിശാസ്ത്രിയെ പോയി കെട്ടിപ്പിടിക്കുന്നു. അങ്ങനെ മൊത്തത്തിൽ നോക്കുമ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കപ്പ് അടിച്ചപ്പോൾ തന്നെ പിന്നെ അത്രയും സന്തോഷത്തോടു കൂടി ഇത് അടിച്ചപ്പോൾ ഇത് ഏതാണ്ടൊരു അതായത് അത്രയും വരൾച്ചയ്ക്ക് ശേഷം 18 സീസണിൽ അദ്ദേഹം ഏതാണ്ടൊരു 10 സീസണിലെങ്കിലും അദ്ദേഹം ക്യാപ്റ്റനായിട്ടുണ്ട്. അപ്പോൾ ക്യാപ്റ്റനായ സമയത്ത് അദ്ദേഹത്തിന് നേടാൻ വലിയ കിരീടങ്ങളൊന്നും ഇല്ല അല്ലേ? ഇല്ല. അപ്പോൾ ക്യാപ്റ്റനായ സമയത്ത് ഒരുപക്ഷെ ഇന്ത്യൻ ക്യാപ്റ്റൻ എന്ന രീതിയിൽ ടെസ്റ്റിലും മറ്റുമൊക്കെ നല്ല രീതിയിൽ ശോഭിച്ചപ്പോഴും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രശ്നമായിരുന്നു. വിമർശനങ്ങൾ ഏറ്റത് ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ക്യാപ്റ്റൻസി പോലും രോഹിത് ശർമ്മയിലേക്ക് തെറിക്കാനുള്ള അല്ലെങ്കിൽ മാറാനുള്ള കാരണങ്ങളിലൊന്നും അദ്ദേഹത്തിന് IPL കിരീടങ്ങളില്ല എന്ന തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ കഴിഞ്ഞ സീസണിൽ അദ്ദേഹം പിന്നെ ക്യാപ്റ്റൻ അല്ലാത്ത രീതിയിൽ തന്നെ RCBക്കൊപ്പം ഒരു കിരീടം നേടി. ഈ സീസണിൽ ഒരു കിരീടം നിലനിർത്തി. അപ്പോൾ അടുത്ത സീസണിലും ആ ഒരു രീതിയിൽ അദ്ദേഹം കളിക്കാൻ വരട്ടെ എന്നുള്ളതാണ് എനിക്ക് പിന്നെ എന്താ പറയുക പേഴ്സണലി ഇഷ്ടമുള്ള ഒരു സംഭവം അതാണ്. പിന്നെ നമ്മളിപ്പം നമ്മുടെ വിരാട് കോഹ്ലിയെ സംബന്ധിച്ചിടത്തോളം പിന്നെ എന്താ പറയുക ഈ വാഴക്കുല എന്നുള്ള ചങ്ങമ്പുഴയുടെ ഒരു കവിതയിൽ അദ്ദേഹം ചങ്ങമ്പുഴ പാടുന്നൊരു സംഭവമുണ്ട്. മഴയെല്ലാം പോയപ്പോൾ മാനം തെളിഞ്ഞപ്പോൾ മലയൻ്റെ മാടത്ത പാട്ടുപാടി, മരമെല്ലാം പൂത്തപ്പോൾ കുളിർക്കാറ്റ് വന്നപ്പോൾ മലയൻ്റെ മാടവും പൂക്കൾ ചൂടി. ഏതാണ്ട് ഒരു പൂക്കൾ ചൂടിയ അവസ്ഥയിലാണ് RCBയും വിരാട് കോഹ്ലിയൊക്കെ നിൽക്കുന്നത്. അപ്പോൾ ആ പൂക്കൾ അടുത്ത വർഷത്തേക്കും ഇങ്ങനെ വലുതായി വരട്ടെ എന്നുള്ള വിരിഞ്ഞുകൊണ്ടേയിരിക്കട്ടെ. തീർച്ചയായിട്ടും അഹല്യാമോക്ഷത്തിൽ തുടങ്ങി ചങ്ങമ്പുഴയിൽ അവസാനിപ്പിക്കുകയാണ് MSK ചെയ്തത്. എന്തായാലും ആവേശകരമായിട്ടുള്ള ഒരു IPL സീസൺ നമ്മളെ സംബന്ധിച്ച് കടന്നുപോയിരിക്കുന്നു. RCB തുടർച്ചയായിട്ടുള്ള 2ാം തവണ കിരീടം നിലനിർത്തുന്ന 3ാമത്തെ ടീമായി മാറിയിരിക്കുന്നു. ചെന്നൈക്കും മുംബൈക്കും ശേഷം 18 വർഷക്കാലം നീണ്ട ആ ഒരു കിരീട ദാരിദ്ര്യം അവസാനിപ്പിച്ചവർ കിരീടം ആഘോഷിക്കുകയാണ്, കൈവശം വെച്ച് തുടരുകയാണ്, മറ്റാർക്കും വിട്ടുകൊടുക്കില്ല. ഈ കപ്പ് നമ്മളുടെ തന്നെയാണെന്ന് അവർ ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്നു. അപ്പം ഇനിയിപ്പോൾ ബാക്കിയുള്ള ആകാംക്ഷ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ അവസാനം പറഞ്ഞതുപോലെ അടുത്ത വർഷവും വിരാട് കോഹ്ലി IPL ഉണ്ടാകുമോ എന്നുള്ളതാണ്. അദ്ദേഹം ഉണ്ടാകണമെന്നാണ് ആഗ്രഹം. തുടർച്ചയായി 3ാം തവണയും RCB കപ്പ് ഉയർത്തുമോ എന്നുള്ള ആകാംക്ഷ ബാക്കി വെച്ചുകൊണ്ട് ഒരു സീസണിന് വേണ്ടി കാത്തിരിക്കാം. നന്ദി, നമസ്കാരം.